ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 3, അച്ഛൻ കൊടുത്ത വാക്ക്. നീലിമ അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും അഞ്ജലി അങ്ങോട്ടേക്ക് ഓടി വന്നു. അതെ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയില്ല നോക്കിയേ. അഞ്ജലി കിതക്കുന്നുണ്ടായിരുന്നു. എന്താ അഞ്ജലി ഇങ്ങനെ ഓടി വരാൻ മാത്രം? ഇവിടെ എന്ത് സംഭവിച്ചു? ഓ, ഞാൻ ആദ്യമായിട്ട് എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ മുഖംമൂടി അഴിഞ്ഞു പോകുമല്ലോ അല്ലേ? നീലിമ പരിഹാസത്തോടെ ചോദിച്ചു. അത് കേട്ട് അഞ്ജലിയുടെ മുഖം വിളറിപ്പോയി. നീലിമ, നിന്നോട് അന്നത്തെ കാര്യം ചോദിച്ചു എന്ന് വെച്ച് അഞ്ജലി ഞാൻ സംശയിച്ചു എന്നതല്ല അർത്ഥം. ആദി പറഞ്ഞു. അയ്യോ, നീ സംശയിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഞാനായിട്ട് ഒന്നിനും വന്നില്ല. നീയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. മേല ഓരോന്നും ചോദിച്ച് ഇങ്ങോട്ടേക്ക് വന്നു പോകരുത്. നീലിമ അത്രയും പറഞ്ഞ് അകത്തേക്ക് പോയി. ആദിയും അഞ്ജലിയും ഗാർഡനിൽ തന്നെ നിൽക്കണേ. നീ എന്താ ആദി അവളോട് ചോദിച്ചത്? അഞ്ജലി ചോദിച്ചു. ഏയ്, അന്ന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമായിരുന്നു. അതിനെന്താ, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഹാ, അറിയില്ലാത്ത കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാമെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാ. ആദി പറഞ്ഞത് കേട്ട് അഞ്ജലിക്ക് നേരെ ഭയം തോന്നി. ആദി അതിന് പിന്നാലെ അന്വേഷിക്കാൻ ചെന്നാൽ പിന്നെ താൻ പിടിക്കപ്പെടുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അതൊക്കെ ഇനി എന്തിനാ അന്വേഷിക്കുന്നത് ആദി? അവൻ നേരെ നീലിമ പോകുന്നത് നോക്കി നിൽക്കണ്. അതുകൊണ്ട് വിഷയം മാറ്റാം എന്നോളം അഞ്ജലി പറഞ്ഞു. ആദി, നമ്മുടെ വിവാഹ നിശ്ചയം ഉടനെ കാണുമെന്ന അച്ഛൻ പറഞ്ഞത്. നിന്റെ വീട്ടിൽ ഈ കാര്യം സംസാരിക്കാൻ അച്ഛൻ പോകുന്നുണ്ടത്രേ. നന്നായി. ആദ്യം ഒരു ഒഴുക്കം മട്ടിലങ്ങ് മറുപടി പറഞ്ഞു. അത് കേട്ട് അഞ്ജലി ചോദിച്ചു. എന്താ നിനക്കൊരു സന്തോഷവും ഇല്ലാത്തത്? ഓ, സന്തോഷമൊക്കെ തന്നെയാണ്. ഓ, എനിക്കൊന്നും തോന്നുന്നില്ല. അത് എൻ്റെ തെറ്റില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ സന്തോഷം പ്രകടിപ്പിക്കാനാവുള്ളൂ. ആദ്യം മറ്റൊന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് പോയി. അവൻ്റെ മനസ്സിൽ നീലിമയോട് ഇപ്പോഴും അവിടെ ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ അഞ്ജലിക്കിപ്പോൾ തോന്നി. എന്തായാലും നീലിമ ഉള്ളപ്പോൾ തന്നെ ആദ്യമായിട്ട് തൻ്റെ വിവാഹം നടക്കണം. അവൾ സ്നേഹിച്ച ആദ്യയെ അഞ്ജലി താലി കെട്ടുന്നത് അവൾ കാണണം. അഞ്ജലി ചിന്തിച്ചു. അവളുടെ മുഖത്തൊരു പുഞ്ചിരി ചെളിഞ്ഞു. വീട്ടുകാരുടെ സ്നേഹാഭിനയം നീലിമക്ക് മടുത്തു തുടങ്ങി. ഇതിനിടയിൽ തിരിച്ചു പോവാനും അവൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അഞ്ജലിയുടെ വിവാഹ നിശ്ചയത്തിൽ കൂടി പങ്കെടുത്തിട്ട് മടങ്ങി പോകാനാണെന്ന് മാധവി പറഞ്ഞുകൊണ്ട് നീലിമയും അശ്വിനും മാധവത്തിൽ തന്നെ അങ്ങ് തുരടേണ്ടി വന്നു. ഇന്നാണ് ആദിയുടെയും അഞ്ജലിയുടെയും വിവാഹ നിശ്ചയം. ചടങ്ങ് നടക്കുന്ന ഹാള് പൂക്കളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. വാസുദേവൻ അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. പല മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ടായിരുന്നു. വാസുദേവനും സത്യഭാമയും നടന്ന് ഉത്സാഹത്തോടു കൂടെ ഓരോന്നും ചെയ്യുന്നുണ്ട്. വിവാഹ നിശ്ചയവേദിയിൽ നിൽക്കുകയായിരുന്നു ആദി. അഞ്ജലിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല. ആദി ഒരു കസബോർഡുള്ള ആ ഒരു ഷെർവാണിയും സ്യൂട്ടുമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. വാസുദേവൻ അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. അല്ല മോനെ, മോൻ ഇപ്പോഴും ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? മോളെ ഒന്ന് വിളിച്ചു നോക്ക്. ആദി ഒറ്റക്കിങ്ങനെ മുഷിഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് വാസുദേവൻ അങ്ങനെ പറഞ്ഞത്. അറിയില്ല അങ്കിൾ, ഞാൻ വിളിച്ചിരുന്നു, അവൾ ഫോൺ എടുത്തില്ല. ഇത് കേട്ട് വാസുദേവൻ അതിഥികൾക്കിടയിൽ നിന്നും ഓടി നടന്ന് സംസാരിക്കുന്ന സത്യഭാമയെ കൈകാട്ടി വിളിച്ചു. അവർ തിടുക്കത്തിൽ അയാൾക്കരികിലേക്ക് നടന്നു വന്നു. എന്റെ മനുഷ്യ, ഞാൻ അവിടെ തിരക്കിലായിരുന്നു. സത്യഭാമ അയാളുടെ അരികിൽ വന്ന് അതിന്റെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. നീ മൂള് റെഡിയായെന്ന് പോയിട്ട് നോക്കിയേ, സമയമാവുന്നുണ്ട്, വാസുദേവൻ പറഞ്ഞു. അത് കേട്ട് സത്യഭാമ ചോദിച്ചു. അവൾ ഇതുവരെ വന്നില്ലേ? ഇല്ല, അതല്ലേ നിന്നോട് ഞാനൊന്ന് പോയി നോക്കാൻ പറഞ്ഞത്. സത്യഭാമ വേഗം അഞ്ജലിയെ കൂട്ടിക്കൊണ്ടുവരാനായി പോയി. വാസുദേവൻ ആദിയെ നോക്കി പറഞ്ഞു. മോനെ ആദി, അഞ്ജലിയെ താഴ്ത്തും തലയിലും വെക്കാതെയാ ഞങ്ങളെല്ലാം വളർത്തിയത്. അത് നിനക്കറിയാലോ. അറിയാം അങ്കിൾ, അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം കേട്ടോ. അവളുടെ മുഖമൊന്ന് വാടിയാൽ പോലും ഞാൻ അത് സഹിച്ചു എന്ന് വരില്ല. ആ പറഞ്ഞതിൽ നേരെ ഭീഷണിയുള്ളതുപോലെ ആദിക്ക് തോന്നി. അങ്കിൾ പേടിക്കണ്ട, ഞാൻ അവളെ പൊന്നുപോലെ നോക്കും, പോരെ? ആദി വാസുദേവന്റെ കയ്യിൽ അമർത്തിക്കൊണ്ട് ഉറപ്പ് കൊടുക്കുന്നത് പോലെ തന്നെ പറഞ്ഞു. മതി മോനെ. വാസുദേവൻ കണ്ണു തുടച്ചു. അയാൾക്ക് അഞ്ജലിയോട് മറ്റാരേക്കാളും സ്നേഹമുണ്ട് എന്ന് ആദിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിരുന്നു. ഉടനെ എന്തോ ഓർത്ത് വാസുദേവൻ പറഞ്ഞു. ഇപ്പോ എന്റെ പേടി അതൊന്നുമല്ല. നീലിമ ആ ചെക്കനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നത് ആകെ കുഴപ്പമായി. അടുത്ത ബന്ധുക്കൾക്ക് പോലും ഇതൊന്നും തന്നെ അറിയില്ല. എല്ലാവരോടും എന്തു പറയുമെന്നാ പേടി. ആ ചെറുക്കനെ കുറിച്ചൊന്നും കുറച്ചു നേരമൊന്ന് മുറിയിലേക്കിട്ട് പൂട്ടിയിട്ടാലോ? ഏയ്, അതൊന്നും വേണ്ട അങ്കിൾ. അങ്കിൾ ടെൻഷനാവണ്ട. ആരും ഒന്നും അറിയൊന്നുമില്ല, ആദി പറഞ്ഞു. പിന്നെ മോനെ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പുള്ളി വന്നാൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ അങ്കിൾ, ആദ്യം അത് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞു തീർക്കുന്നതും തന്നെ അഞ്ജലിയെയും കൂട്ടിക്കൊണ്ടതിന്റെ സത്യഭാമ അങ്ങോട്ടേക്ക് വരികയാണ്. അഞ്ജലി ഒരു മെറൂൺ ഗൗണൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതീവ സുന്ദരിയായിട്ടുണ്ടായിരുന്നു.
ആ വേഷത്തിൽ അഞ്ജലിയെ കൂടുതൽ സുന്ദരിയായതുപോലെ ആദിക്കും തോന്നി. വാസുദേവനും മകളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അഞ്ജലി വന്നതോടുകൂടെ സദസ്സിലിരിക്കുന്ന അതിഥികളുടെയൊക്കെ ആ ഒരു ശ്രദ്ധ അവളിലേക്കായി. ആദി അഞ്ജലിയെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി. വാസുദേവൻ അറിയാതെ സദസ്സിൽ പല ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. അല്ല മാലതി, ഇതൊന്നും ചോദിച്ചു. അതാ ഞാൻ ഓർക്കുന്നത്, മൂത്ത മോള് നിൽക്കുമ്പോൾ ഇളയ മോലെ കെട്ടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അതുമാത്രമല്ല, ഈ ചെക്കനെ നീലിമയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചതല്ലേ, എന്നിട്ടിപ്പോ അഞ്ജലിയെ കൊണ്ട് കെട്ടിക്കുന്നു. ഈ വാസുദേവൻ എന്തോ ചെയ്തു കൂട്ടുന്നത്. അല്ല, നീലിമയെ ഒരുപാടായല്ലോ കണ്ടിട്ട്, അവൾ എവിടെയായിപ്പോ? ആർക്കറിയാം. തള്ളയും മോളും കൂടി അതിനങ്ങ് കൊന്നുകളഞ്ഞോ എന്നാ എന്റെ സംശയം. സത്യഭാമ ചില്ലറക്കാരിയല്ലല്ലോ, അറിയാലോ നിനക്ക് കഥയൊക്കെ. പിന്നെ അറിയില്ലേ, അവളുടെ ചരിത്രമൊക്കെ നാട്ടിലെല്ലാവർക്കും ഇങ്ങനെ ചർച്ചാ വിഷയമല്ലേ. അങ്ങനെ ആ ഒരു ചർച്ച അങ്ങ് നീണ്ടു നിന്നു. അതൊന്നും വാസുദേവൻ അറിഞ്ഞിരുന്നില്ല. അയാൾ മകളുടെ നിശ്ചയം ഒരു മുടക്കവുമില്ലാതെ തന്നെ നടന്നു കിട്ടാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യം അഞ്ജലി വേദിയിലിരുന്നു. അല്പസമയത്തിനു ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. അഞ്ജലി വളരെയധികം സന്തോഷത്തിലായിരുന്നു. ആദിയുടെ കൈകൾ അവളിങ്ങനെ ചേർത്ത് പിടിച്ചു. ആദി, ഞാൻ ഈ നിമിഷത്തിൽ എത്രമാത്രം ആഗ്രഹിച്ചു എന്ന് നിനക്കറിയാമോ? ഞാനും. ആദി പുഞ്ചിരിച്ചുകൊണ്ട് അഞ്ജലിയുടെ അവളുടെ തോളിലേക്ക് അങ്ങ് ചായാണ്. വേദിയിലിരിക്കുന്ന ആദിയും അഞ്ജലിയെ നോക്കിക്കൊണ്ട് തന്നെ നീലിമ സദസ്സിലേക്ക് വന്നു. കൂടെ അശ്വിനും ഉണ്ടായിരുന്നു. നീലിമക്ക് കറുപ്പ് നിറത്തിലുള്ള ഒരു നിറയധികം സിൽവർ സ്റ്റോണൊക്കെ പതിച്ച സാരിയായിരുന്നു ധരിച്ചിരുന്നത്. അതിൽ അവൾ വളരെയധികം സുന്ദരിയായിരുന്നു. അവൾക്ക് ആ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ തീരെ അങ്ങ് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാമായിരുന്നു. മാധവൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നീലിമ വന്നത്. നീലിമ വരുന്നത് കണ്ട വാസുദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അല്ല, നീ ഇത് എന്ത് ഭാവിച്ചാ ഈ ചെക്കനെ കൂട്ടിക്കൊണ്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? വാസുദേവന്റെ ശബ്ദം താഴ്ത്തി ചോദിച്ചു. പിന്നെ എന്റെ മോനെ എനിക്ക് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? എടി നാശം പിടിച്ചവളെ, എന്നെ നാണം കെടുത്തി അടങ്ങുമെന്ന് നീ വല്ല ശപഥവും ചെയ്തിട്ടുണ്ടോ? ഞാൻ സ്വമേധയാ നാട്ടിലേക്ക് വന്നതൊന്നുമല്ലല്ലോ. അച്ഛൻ തന്നെയല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്. നീലിമയും വാസുദേവനും സംസാരിക്കുന്നത് കണ്ട് അഞ്ജലി വേദിയിൽ നിന്നും ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നു. എന്താ അച്ഛാ, എന്തു പറ്റി? ഒന്നുമില്ല മോളെ. ആദ്യം ഈ ചടങ്ങൊന്ന് നടക്കട്ടെ, വാസുദേവൻ പറഞ്ഞു. ചേച്ചി, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അഞ്ജലി നീലിമയുടെ കാൽ തൊട്ട് തൊഴുതു. നീലിമ രൂക്ഷമായിട്ട് അവളെ ഒന്ന് നോക്കി. അഞ്ജലി പിന്നെ ഒന്നും പറയാതെ അങ്ങനെ ആദിയുടെ അടുത്തേക്ക് മടങ്ങി. വാസുദേവനും നീലിമയോട് പിന്നെ ഒന്നും സംസാരിച്ചില്ല. അപ്പോ ഒരു സംസാരമുണ്ടായ ബന്ധുക്കളെയൊക്കെ മുന്നിൽ താൻ നാണം കെടുമെന്ന് തന്നെ അയാൾക്കറിയാമായിരുന്നു. ചടങ്ങുകൾ അങ്ങനെ ആരംഭിച്ചു. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി സദസ്സിൽ വന്നിരിക്കുന്നത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അല്പസമയത്തിനകം ആദിയും അഞ്ജലിയും പരസ്പരം മോതിരമിട്ടു. നീലിമ അപ്പോൾ തന്നെ തന്റെയും ആദിയുടെയും വിവാഹ നിശ്ചയ ദിവസം ഓർത്തുപോയി. അവൾക്കപ്പോ എന്തോ അസ്വസ്ഥത തോന്നി. അവിടെ നിന്നും പോവാനായി അവൾ എഴുന്നേറ്റു. അമ്മ, എന്തുപറ്റി? അശ്വിൻ ചോദിച്ചു. ഒന്നുമില്ല അച്ചു, അമ്മക്ക് തലവേദനിക്കുന്നു, നീലിമ പറഞ്ഞു. അമ്മ എവിടെ നിൽക്ക്, ഞാനിപ്പോ. നീലിമ എന്തെങ്കിലും പറയും മുൻപേ തന്നെ അശ്വിൻ ഓടിപ്പോയി. അവൻ എങ്ങോട്ടേക്കാ ഓടിയതെന്ന് മനസ്സിലാവാതെ നീലിമ നിന്നു. അശ്വിൻ അതിഥികൾക്ക് കുടിക്കാൻ വെച്ച ജ്യൂസുമായി തിരികെ വന്നു. അതവൻ അമ്മക്ക് നേരെ നീട്ടി. എന്നാ അമ്മ അത് കുടിക്ക്. അശ്വിൻ അവന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് നീലിമക്ക് നേരെ ആ ജ്യൂസ് നീട്ടി. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ചേർത്ത് പിടിച്ചു. സദസ്സിലെ ആ പ്രധാനപ്പെട്ട അതിഥി അപ്പോൾ അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചടങ്ങ് തീർന്നപ്പോൾ വാസുദേവൻ വീണ്ടും നീലിമക്കരികിലേക്ക് വന്നു. ഈ ചെറുക്കനെ ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഇവിടുന്ന്? വാസുദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് കേട്ട നീലിമയുടെ നിയന്ത്രണം വിട്ടു. എന്നെ ഓരോന്ന് പറയുന്നത് പോലെ എന്റെ മോനെ പറയാൻ നിൽക്കണമെന്ന് അവൻ കാരുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പക്ഷേ അവന് ചോദിക്കാൻ അവന്റെ അമ്മയുണ്ട്. നീലിമയുടെ ശബ്ദം ഉയർത്തിയാണ് അത് പറഞ്ഞത്. വാസുദേവൻ ചുറ്റുമൊന്ന് നോക്കി. ബന്ധുക്കളൊക്കെ അഞ്ജലിയെ ശ്രദ്ധിച്ചു നിൽക്കുമായിരുന്നു. എടി ഒരുമ്പെട്ടവളെ, നീ ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിനാ ഞാൻ മറുപടി പറയേണ്ടി വരുന്നത്. ഒച്ച കുറിച്ച് സംസാരിക്ക്, വാസുദേവൻ പറഞ്ഞു. ഞാൻ ആരെയും നാണം കെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ചടങ്ങിലേക്ക് വന്നത്. നീലിമ അശ്വിനെയും കൂട്ടി തിരികെ നടന്നു. വാസുദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ തന്റെ പദ്ധതികൾ പാളുമെന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് അഞ്ജലി വന്നു. ചേച്ചി എങ്ങോട്ടേക്കായി പോകുന്നത്? അഞ്ജലി ചോദിച്ചു. നരകത്തിലേക്ക്. എന്താ, നീ പോരുന്നോ? ഞാൻ എന്തെങ്കിലും മോശമായി ചോദിച്ചോ ചേച്ചി? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. മതി നിന്റെ അഭിനയം.
കിട്ടാനുള്ളതെല്ലാം നീ നേടിയെടുത്തല്ലോ. ഇനി എന്തിനാ നീയൊക്കെ അങ്ങനെ അഭിനയിച്ച് തകർക്കുന്നത്? നിർത്തടി. നീലിമയുടെ നിയന്ത്രണം വിട്ടുകൊണ്ട് തന്നെ നീലിമ ദേഷ്യപ്പെട്ടു. അടുത്ത നിമിഷം വാസുദേവൻ അവളുടെ മുഖം കുത്തിക്കൊണ്ട് മുഖത്തിന് ഒരൊറ്റെന്നങ്ങ് അടിച്ചു. എന്റെ മോൾ അത്രയും സ്നേഹത്തോട് ചോദിക്കുമ്പോൾ മര്യാദക്ക് മറുപടി പറഞ്ഞൂടെ നിനക്ക്? വാസുദേവൻ പറഞ്ഞു. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പോയാൽ മതി എന്നായി. അത് മനസ്സിലാക്കിയ അഞ്ജലി ഉടനെ പറഞ്ഞു, ചേച്ചി പോട്ടെ, അച്ഛനല്ലേ, ക്ഷമിക്ക്, എനിക്ക് പോണം. നീലിമ അച്ഛനെ നോക്കി പറഞ്ഞു. വാസുദേവൻ എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് തന്നെ ഭാവം മാറ്റി. മോളെ, അച്ഛൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അറിയാതങ്ങ് തല്ലിപ്പോയതാ. എന്തായാലും നീ വന്നതല്ലേ, ചടങ്ങ് തീരുമാനിക്കാനേ. നീലിമ അത് കേട്ട് സദസ്സിൽ തന്നെ ഇരുന്നു. അഞ്ജലി തിരികെ ആദിയുടെ അടുത്തേക്ക് നടന്നുപോയി. എന്താ അവിടെ പ്രശ്നമെന്ന് ആദി ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല ചേച്ചി, ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛൻ ഇഷ്ടമായില്ല, അത്ര തന്നെ. അങ്കിൾ ആ കാര്യം നേരത്തെ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞല്ലോ, ഭാഗ്യം, ആദി പറഞ്ഞു. അതെ, അഞ്ജലി അവനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. ചടങ്ങിന് ശേഷം ഫോട്ടോ എടുക്കൽ മറ്റുമായി ഭാവി മധുവരന്മാരിങ്ങനെ തിരക്കിലായി. നീലിമ അശ്വിനൊപ്പം തിരികെ വീട്ടിലേക്ക് പോവാനായി എഴുന്നേറ്റു. അപ്പോഴേക്കും വാസുദേവൻ അങ്ങോട്ടേക്ക് വന്നു. ഒപ്പം അല്പം കടിച്ച ശരീരമുള്ള ഒരു 50 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരാളുമുണ്ട്. നീലിമ അയാളെയും അച്ഛനെയും ഇങ്ങനെ കുറിച്ച് മുന്നേ തന്നെ തന്നോട് മോശമായി പെരുമാറിയ ആ ആളെ അല്ലായിരുന്നു അപ്പോ. മോളെ, ഇത് സുധാകരൻ, വലിയ ബിസിനസിന്റെ ഒക്കെ ഒരാളാണ്. നീലിമയെ നോക്കി വാസുദേവൻ പറഞ്ഞു. മിസ്റ്റർ സുധാകരൻ, ഇതെന്റെ മൂത്തമോൾ നീലിമ വാസുദേവ്. അച്ഛൻ ആദ്യമായിട്ടാണ് ആ ഒരു തന്റെ പേരിനോടൊപ്പം വാസുദേവനെ ചേർത്തി സംസാരിക്കുന്നത്. നീലിമയുടെ പേര് അത് കേട്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് എന്തോ കുഴപ്പം വരാൻ പോകുന്നത് പോലെ തന്നെ തോന്നി. നീലിമ സംശയത്തോടെ അച്ഛനെ നോക്കി. അപ്പോൾ ആർത്തിയോടുകൂടെ അവളെ തന്നെ നോക്കുകയായിരുന്നു ആ ഒരു സുധാകര മേനോൻ. മിസ്റ്റർ വാസുദേവൻ, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. 2 മക്കളും സുന്ദരികളാണല്ലോ. ആര് കണ്ടാലും ഇഷ്ടപ്പെടും, അയാൾ പറഞ്ഞു. നീലിമക്ക് അയാളുടെ ആ ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ അറപ്പ് തോന്നി. അതെ സുധാകര, ഇളയവളെ നല്ലൊരുത്തനെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവളെ കൂടെ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനമായി. വാസുദേവൻ വളരെ സ്നേഹമുള്ളൊരു അച്ഛനെ പോലെ തന്നെ അഭിനയിക്കുകയാണെന്ന് നീലിമക്ക് തോന്നി. അയാൾ തുടർന്നു. മോളെ, സുധാകരനോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ നോക്കിയിരിക്ക്. അച്ഛൻ ഇപ്പൊ വരാം, എനിക്ക് അയാളോടൊന്നും സംസാരിക്കാനില്ല എന്ന് നീലിമ തീർത്തും പറഞ്ഞു. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ. മോളെ പരിചയപ്പെടാനാ സുധാകരൻ വന്നിരിക്കുന്നത്, വാസുദേവൻ പറഞ്ഞു. എന്നെയോ? എന്തിന്? മോളെ, നിന്നെയും സുധാകരന്റെ വിവാഹം അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇദ്ദേഹം വളരെ നല്ല ആളാണ്. എന്റെ നീലിമയെ പൊന്നുപോലെ നോക്കും. നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നത് കണ്ടാൽ മതി. അച്ഛാ, വാസുദേവൻ പറഞ്ഞത് കേട്ട് നീലിമ സ്തംഭിച്ചു നിന്നു. അച്ഛന് പ്രായമുള്ള ഒരാളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ സ്വന്തം അച്ഛന് ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചു വിളിക്കാനുള്ള ആ ഒരു കാരണം ഇത് തന്നെയായിരിക്കുമെന്നൊക്കെ നീലിമ ചിന്തിച്ചു. ഇല്ലച്ചാ, ഇത് നടക്കില്ല, നീലിമ തറപ്പിച്ചു പറഞ്ഞു. അശ്വിൻ നീലിമയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവനെ കണ്ട സുധാകരമേനോന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറി. മോളെ, അച്ഛൻ വാക്ക് കൊടുത്തുപോയി. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല. അപ്പോ അഞ്ജനയും ആദ്യം അങ്ങോട്ടേക്ക് വന്നു. ബന്ധുക്കളിൽ ചിലർ അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓ, ഒന്ന് പതുക്കെ പറ, വാസുദേവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീലിമ സുധാകരനെ നോക്കി. അങ്കിൾ, അച്ഛൻ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്താ വാസുദേവായത്? ഈ കുട്ടിയോട് ചോദിക്കാതെയാണോ കാലത്തന്നെ ഇവിടേക്ക് നീ വരുത്തിപ്പിച്ചത്? സുധാകരൻ ചോദിച്ചു. വാസുദേവൻ അതിനൊന്നും മറുപടി പറയാതെ തല താഴ്ത്തി നിന്നു. നീലിമ തുടർന്നു. എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ ഇത്രയും വർഷം നാടിന്ന് വിട്ടു നിന്നതും എന്റെ ജീവിതത്തിൽ നടന്നതുമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പിന്നെ എന്റെ അച്ഛൻ എന്നെ സ്വന്തം മകളായി ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ കെട്ടിയ അഞ്ജലി ഗ്രൂപ്പിന്റെ സ്വത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് വ്യാമോഹിക്കുകയും വേണ്ട. നീ എന്തൊക്കെയായി പറയുന്നത്? ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടില്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അഞ്ജലി ചോദിച്ചു. എന്താണ് ഇത്രയും പ്രായമായിട്ടുള്ള ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കുന്നതാണോ അത്ര നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ തന്നെ അങ്ങ് കെട്ടിക്കോ, നീലിമ പറഞ്ഞു. ദേ ചേച്ചി, സൂക്ഷിച്ച് സംസാരിക്കണം. അഞ്ജലി പറഞ്ഞത് കേട്ട് നീലിമ ദേഷ്യപ്പെട്ടു. എന്നെ നീ മര്യാദയൊന്നും പഠിപ്പിക്കേണ്ട. അടുത്ത നിമിഷം തന്നെ നിയന്ത്രണം വിട്ട് വാസുദേവന്റെ കൈ വീണ്ടും അങ്ങ് നീലിമയെ തള്ളി. അപ്പോഴേക്കും സത്യഭാമയും മറ്റു ബന്ധുക്കളും അങ്ങോട്ടേക്ക് വന്നു. കണ്ടോ മിസ്റ്റർ സുധാകരൻ, ഇയാൾക്ക് എന്നോട് ഒരു തരം സ്നേഹവുമില്ല. നിങ്ങളെ എന്തോ പറഞ്ഞു പറ്റിച്ച് വിവാഹം നടത്താനുള്ള ശ്രമമാണ്. എന്നെ ഇവരെ ആരും തന്നെ അത് സഹിച്ചിട്ടില്ല. എല്ലാം വെറും അഭിനയം മാത്രമാണ്, നീലിമ പറഞ്ഞു. അതെല്ലാവരും കേൾക്കുകയും ചെയ്തു. ബന്ധുക്കൾ പരസ്പരം പിറുപിറുത്തു. അപ്പോ അതാണ് മാലതി കാര്യം. ആ കൊച്ചിനെ ഇവരൊക്കെ നാടുകടത്തിയതാണ്, ബന്ധുക്കളിൽ ഒരു സ്ത്രീ പറഞ്ഞു. നീലിമ തുടർന്നു. എനിക്കൊരു മകനുണ്ട്.
ആ കാര്യം അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇത് കേട്ട് സുധാകരനൊന്ന് ഞെട്ടി. എടോ, താൻ എന്തൊക്കെ പറഞ്ഞിട്ടാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചുകൊണ്ട് വന്നത്? സുധാകരമേനോൻ ചോദിച്ചു. എടോ, അത് പിന്നെ മതി, ഞാൻ ഇറങ്ങുക. താൻ എന്നെ വിളിച്ചു വരുത്തി മോളുടെ വാലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾപ്പിച്ചല്ലോടാ. അത് തന്നെ ധാരാളം. സുധാകരൻ ഇറങ്ങിപ്പോവാൻ തുടങ്ങി. അയ്യോ സുധാകര, നിക്ക്. താൻ പിണങ്ങാതെ. ഞാനല്ലേ തന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഞാനല്ലേ തന്നോട് വാക്ക് പറഞ്ഞത്? എൻ്റെ മൂത്ത മോൾ തനിക്കുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ താനുമായി അവളുടെ വിവാഹം നടക്കും, പോരെ? ഞാനല്ലേ ഈ പറയുന്നത്? വാസുദേവൻ വീണ്ടും പറഞ്ഞു. പെട്ടെന്ന് തന്നെ സദസ്സിന്റെ പിറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ആ ശബ്ദം കേട്ട് വാസുദേവനും അഞ്ജലിയും ആദ്യം ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാറി. നീലിമ പോയും ആ രംഗം കണ്ട് ഞെട്ടിപ്പോവാണ്. അങ്ങനെ നീലിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും വരുന്നത് എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് തന്നെ ഇതേ സമയം നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.